ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 15ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും വകുപ്പുകളും. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. മന്ത്രിമാരും വകുപ്പുകളും എന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ PSC ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിൽ ഒരു 90% ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും മന്ത്രിയെക്കുറിച്ചും വകുപ്പിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ പതിവാണ്. അപ്പോൾ ഈ സെക്ഷൻ പഠിച്ചു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് ഉറപ്പിക്കാം. 1 മാർക്കിൻ്റെ വില PSC ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇപ്പോഴത്തെ മന്ത്രിമാരുടെ കാര്യങ്ങൾ പറയുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് അനുബന്ധ കാര്യങ്ങൾ പറഞ്ഞു പോവാം. കേരളത്തെക്കുറിച്ചും കേരള നിയമസഭയെക്കുറിച്ചുമെല്ലാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, നമ്മുടെ കേരളം രൂപം കൊണ്ടത് 1956 നവംബർ 1 എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കേരളത്തിൽ ആദ്യത്തെ അസംബ്ലി ഇലക്ഷൻ നടന്നതെന്നാണ്. ആദ്യത്തെ അസംബ്ലി ഇലക്ഷൻ നടന്നത് 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ്. എപ്പോഴാണ്? 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. ഫസ്റ്റ് അസംബ്ലി ഇലക്ഷൻ ഇൻ കേരള 1957 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ. ഇനി ആദ്യത്തെ നിയമസഭ നിലവിൽ വന്നത് ഏപ്രിൽ 5 1957. ഏപ്രിൽ 5 1957. അന്ന് 127 അംഗങ്ങളായിരുന്നു നിയമസഭയിലുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ നിയമസഭയിലുണ്ടായിരുന്ന അംഗങ്ങളുടെ എണ്ണമാണ് 127. ഇപ്പോൾ നമ്മുടെ നിയമസഭയിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്? 140. എത്രയാണ്? 140. ഇനി നമുക്ക് ഇപ്പോഴത്തെ കേരള നിയമസഭയെക്കുറിച്ച് പറയാം. ഇപ്പോഴത്തെ കേരള നിയമസഭ എത്രാമത്തെയാണ്? 15ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. 15ാം കേരള നിയമസഭയാണ് ഇപ്പോൾ നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് നടന്നതെന്നായിരുന്നു? 2021 ഏപ്രിൽ 6. 2021 ഏപ്രിൽ 6. ഇനി നമ്മുടെ കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ വനിതാ പ്രതിനിധികളുടെ എണ്ണം എത്രയാണ്? 11. വനിതാ പ്രതിനിധികളുടെ എണ്ണം 11. വനിതാ മന്ത്രിമാരുടെ എണ്ണം 3. വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്രയാണ്? 3. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലേക്ക് എത്തിയത് KK ശൈലജ ടീച്ചർ. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി നിയമസഭയിലെത്തിയത് KK ശൈലജ ടീച്ചർ. 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ ആരാണ്? MB രാജേഷ്. 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ MB രാജേഷ്. 15ാം കേരള നിയമസഭയിലെ സ്പീക്കർ MB രാജേഷ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. 15ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? VD സതീശൻ. ആരാണ്? VD സതീശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അതുപോലെ തന്നെ ഒരു പദവിയുണ്ട് കേരള നിയമസഭയിൽ, ഗവൺമെൻറ് ചീഫ് വിപ്പ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണ്? ഡോക്ടർ N ജയരാജ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് ചീഫ് വിപ്പ് ആരാണ്? ഡോക്ടർ N ജയരാജ്. ആരാണ്? ഡോക്ടർ N ജയരാജ്. ഇനി നമുക്ക് 15ാം കേരള നിയമസഭയിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും എന്താണെന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ആരാണ്? നമ്മുടെ മുഖ്യമന്ത്രി ആരാണ്? പിണറായി വിജയൻ. പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? പൊതുഭരണം, ആസൂത്രണം, പരിസ്ഥിതി, മലിനീകരണ നിയന്ത്രണം, IT, മെട്രോ റെയിൽ, ആഭ്യന്തരം, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ, പിന്നെ മറ്റു മന്ത്രിമാർക്ക് ഇല്ലാത്ത വകുപ്പുകളും എന്നും കൂടി പറയുന്നുണ്ട്. പൊതുഭരണം, ആസൂത്രണം, പരിസ്ഥിതി മലിനീകരണ നിയന്ത്രണം, IT, മെട്രോ റെയിൽ, ആഭ്യന്തരം, വിജിലൻസ്, ഫയർഫോഴ്സ്, ജയിൽ, മറ്റു മന്ത്രിമാർക്ക് ഇല്ലാത്ത വകുപ്പുകളും. അടുത്തതായി K രാജൻ ആണ് നമ്മുടെ ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി. K രാജൻ റവന്യൂ മന്ത്രി. അദ്ദേഹത്തിൻ്റെ മറ്റു വകുപ്പുകൾ സർവേ, ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. ഏതൊക്കെയാണ് K രാജൻ കൈകാര്യം ചെയ്യുന്നത്?
റവന്യൂ, സർവേ, ലാൻഡ് റെക്കോർഡ്സ്, ഭൂപരിഷ്കരണം. ഇനി റോഷി അഗസ്റ്റിൻ ജലവിതരണ വകുപ്പ് മന്ത്രിയാണ്. ഭൂഗർഭ ജല വകുപ്പും കൂടെ അദ്ദേഹത്തിൻ്റെയാണ്. ജലവിതരണ വകുപ്പ് മന്ത്രിയും ഭൂഗർഭ ജല വകുപ്പ് മന്ത്രിയുമാണ് റോഷി അഗസ്റ്റിൻ. ഇനി വൈദ്യുതി മന്ത്രി ആരാണ്? കെ കൃഷ്ണൻകുട്ടിയാണ് വൈദ്യുതി മന്ത്രി. അദ്ദേഹം കുറച്ചൊക്കെ ഒരു പ്രായമുള്ള മനുഷ്യനാണ്. നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ കണ്ട് പരിചയമുണ്ടാവും. അപ്പോൾ വൈദ്യുതിയൊക്കെ ഒരു പ്രായമുള്ള ആളുടെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിങ്ങനെ ആലോചിച്ചാൽ മതി. ഇനി വനം വന്യജീവി സംരക്ഷണം AK ശശീന്ദ്രൻ. വനം വന്യജീവി സംരക്ഷണം AK ശശീന്ദ്രനാണ്. ഇനി അഹമ്മദ് ദേവർ കോവിൽ ഏതൊക്കെയാണ്? തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ. ഏതൊക്കെയാണ്? തുറമുഖം, മ്യൂസിയം, പുരാവസ്തു വകുപ്പുകൾ. അപ്പോൾ ഒരു കോവിൽ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അമ്പലം അങ്ങനെയൊക്കെ ഒരു ഇതിലെടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മ്യൂസിയവും പുരാവസ്തു വകുപ്പുകളും ഒക്കെ അതിൽ പെടുമല്ലോ. പിന്നെ കോവിലൊരു തുറമുഖത്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും, അഹമ്മദ് ദേവർ കോവിൽ. ഇനി ആൻ്റണി രാജു റോഡ് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾ, ജലഗതാഗതം. അതായത് ട്രാൻസ്പോർട്ട് മന്ത്രി ആൻ്റണി രാജുവാണ് നമ്മുടെ ട്രാൻസ്പോർട്ട് മന്ത്രി. റോഡ് ഗതാഗതം, മോട്ടോർ വെഹിക്കിൾ, ജലഗതാഗതം. ഇനി വി അബ്ദുറഹ്മാനാണ് നമ്മുടെ കായിക മന്ത്രിയാണ് വി അബ്ദുറഹ്മാൻ. അതുകൂടാതെ വഖഫ്, ഹജ്ജ് തീർത്ഥാടന, റെയിൽവേ എന്നിവയും കൂടെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. വഖഫ്, ഹജ്ജ് തീർത്ഥാടനം, റെയിൽവേ. അതിൽ കായികമാണ് ഇമ്പോർട്ടൻ്റ്. കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. GR അനിൽ കൈകാര്യം ചെയ്യുന്നത് ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യം, ലീഗൽ മെട്രോളജി. അതിൽ ഇമ്പോർട്ടൻ്റ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ്. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് GR അനിൽ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി GR അനിൽ. ഇനി KN ബാലഗോപാൽ ധനകാര്യം, ട്രഷറി, ഓഡിറ്റ്, KFC തുടങ്ങിയവ. ഇതിൽ ധനകാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ കാശൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട് കുറച്ചൊക്കെ പ്രായം കുറഞ്ഞവരെ ചെറുപ്പക്കാരെ ഏൽപ്പിക്കുന്നതാണല്ലോ നല്ലത്. അപ്പോൾ ബാലെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ചെറുപ്പക്കാരെന്നാണ് ഇതിലിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ KN ബാലഗോപാൽ ധനകാര്യമന്ത്രി. ഇനി R ബിന്ദുവാണ് ഉന്നത വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസം, സർവകലാശാലകൾ. അതായത് എല്ലാ സർവകലാശാലകളും, കൃഷി, മൃഗസംരക്ഷണം, മെഡിക്കൽ, ഡിജിറ്റൽ സർവകലാശാല ഒഴികെയുള്ള ബാക്കിയെല്ലാ സർവകലാശാലകളും. കൃഷി, മൃഗസംരക്ഷണവും മെഡിക്കലും ഡിജിറ്റൽ സർവകലാശാലയും ഒഴികെ എല്ലാ സർവകലാശാലകളുടെയൊക്കെ മന്ത്രി ആരാണ്? R ബിന്ദു. പിന്നെ എൻട്രൻസ് എക്സാം, NCC, ASP, സാമൂഹ്യ നീതി. അതായത് നമുക്ക് ഉന്നത വിദ്യാഭ്യാസം ത്തിനുള്ള മെയിൻ കാര്യങ്ങളൊക്കെ R ബിന്ദുവാണ് നോക്കുന്നത്. സർവകലാശാലയിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസമാണല്ലോ നോക്കണേ. അങ്ങനെ. ഇനി ചിഞ്ചുറാണി ക്ഷീരവികസനവും മൃഗസംരക്ഷണം. ചിഞ്ചുറാണി. അടുത്തത് KMV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹമാണ് നമ്മുടെ എക്സൈസ് മന്ത്രി. എക്സൈസ് ആണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. KMV ഗോവിന്ദൻ മാസ്റ്റർ. എക്സൈസ് മന്ത്രി KMV ഗോവിന്ദൻ മാസ്റ്റർ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന മറ്റു വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം, ഗ്രാമവികസനം, നഗരാസൂത്രണം. അപ്പോൾ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? ഗ്രാമം, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതൊക്കെയാണല്ലോ. അടുത്തതായി അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. അദ്ദേഹമാണ് PWD, ടൂറിസം എന്നിവ കൈകാര്യം ചെയ്യുന്നത്.
അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. അടുത്തത് P. പ്രസാദ്. P. പ്രസാദാണ് നമ്മുടെ കൃഷിമന്ത്രി. കൃഷിമന്ത്രി ആരാണ്? P. പ്രസാദ്. കൂടാണ്ട് മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല, വെയർഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവയൊക്കെ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് കൃഷിയോട് അനുബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങൾ, മണ്ണ് സംരക്ഷണം, കാർഷിക സർവകലാശാല എന്നിവയൊക്കെ. ഇനി K. രാധാകൃഷ്ണൻ. പിന്നോക്കക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം. ഏതൊക്കെയാണ്? പിന്നോക്കക്ഷേമം, ദേവസ്വം, പാർലമെൻ്ററി കാര്യം. ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള വകുപ്പുകളാണ് കേട്ടോ. ഇനി P. രാജീവ്. P. രാജീവ് കൈകാര്യം ചെയ്യുന്നത് നിയമം, വ്യവസായം, മൈനിങ് ആൻഡ് ജിയോളജി, ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ്, ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്, കയർ, കശുവണ്ടി, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. അതായത് നിയമവും പിന്നെ വ്യവസായവുമായി ബന്ധപ്പെട്ടതൊക്കെ ആരാണ്? P. രാജീവാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി സജി ചെറിയാൻ. സജി ചെറിയാനാണ് ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രി. ആരാണ്? സജി ചെറിയാൻ. കൂടാതെ സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, യുവജനകാര്യം എന്നിവയൊക്കെ സജി ചെറിയാനാണ് കൈകാര്യം ചെയ്യുന്നത്. സാംസ്കാരികം, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ, യുവജനകാര്യം എന്നിവയൊക്കെ. ഇനി V. ശിവൻകുട്ടി. ശിവൻകുട്ടി ഏതൊക്കെയാണ്? പൊതുവിദ്യാഭ്യാസം, തൊഴിൽ, ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ്, ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണൽ. ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? V. ശിവൻകുട്ടി. വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. അടുത്ത ക്വസ്റ്റ്യൻ VN വാസവൻ. VN വാസവൻ കൈകാര്യം ചെയ്യുന്നത് സഹകരണം, രജിസ്ട്രേഷൻ. അപ്പോൾ സഹകരണ മന്ത്രി ആരാണ്? VN വാസവൻ. അടുത്തതായി വീണ ജോർജ്. വീണ ജോർജ് ആരോഗ്യമന്ത്രി. നമ്മുടെ ആരോഗ്യമന്ത്രി ആരാണ്? വീണ ജോർജ്. മറ്റു വകുപ്പുകൾ കുടുംബക്ഷേമം, മെഡിക്കൽ വിദ്യാഭ്യാസം, മെഡിക്കൽ സർവകലാശാല, ആയുഷ്, ഡ്രഗ്സ് കൺട്രോൾ, വനിതാ ശിശുക്ഷേമം. ഇതൊക്കെ നമ്മുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണല്ലേ. അപ്പോൾ അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് വീണ ജോർജ്. മെയിനായിട്ട് ആരോഗ്യമന്ത്രിയാന്നുള്ള കാര്യം ഓർത്തിരിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയും മന്ത്രിമാരാണ് നമ്മുടെ 15ാം കേരള നിയമസഭയിലുള്ളത്. എല്ലാവരും ഇത്രയും നന്നായി പഠിക്കുക, തീർച്ചയായും ഉപകാരപ്പെടും. നമ്മൾ SCRT ക്വസ്റ്റ്യൻ പൂളിൻ്റെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം. ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. See you in next video.